ചോദ്യം വായിക്കുക. ഒരു ടാങ്കിൻ്റെ 2/5 ജലമുണ്ട്. 250 ലിറ്റർ ജലം ഉപയോഗിച്ചപ്പോൾ ടാങ്കിൽ 3/20 ജലം അവശേഷിച്ചാൽ ടാങ്കിൻ്റെ വ്യാപ്തം എത്ര? ഈ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഒന്നവിടെ നമുക്കൊന്ന് എഴുതി നോക്കാം. ഇപ്പോൾ ടാങ്കിലെ ആകെ കൊള്ളാവുന്ന വെള്ളത്തിൻ്റെ 2/5 മാത്രമാണ് ഉള്ളത്. അപ്പോൾ ആകെ എത്ര കൊള്ളാമോ അതിൻ്റെ 2/5 ഇപ്പോൾ അവിടെ ഉള്ളത്. അത് എത്ര? ചിലപ്പം 600 ലിറ്റർ ആകാം, ചിലപ്പം 800 ലിറ്റർ ആകാം, എത്ര ലിറ്റർ ആയിക്കോട്ടെ. അത്രയും ലിറ്റർ വെള്ളമുണ്ട്. ആ ലിറ്ററിനെ ഫ്രാക്ഷനാക്കി പറഞ്ഞിരിക്കുന്ന ആകെ ഉള്ളതിൻ്റെ 2/5. ഇപ്പോൾ ആകെ 2000 ലിറ്റർ കൊള്ളുമെങ്കിൽ അതിൻ്റെ 2/5 വെള്ളം അതിലുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ 2/5 അതിൽ ഞാൻ എന്ത് ചെയ്തു? അത്രയും വെള്ളം ഉണ്ടായിരുന്നു, അതിൽ 250 ലിറ്റർ ഞാൻ ഉപയോഗിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഉള്ളതിൽ നിന്ന് വീണ്ടും ഒരു 250 ഞാൻ ഉപയോഗിച്ചു എന്ന് വെച്ചാൽ 250 ലിറ്റർ കുറക്കണം. 250 ഉപയോഗിച്ചെന്ന് വെച്ചാൽ ആ ഉണ്ടായിരുന്നതിൻ്റെ അകത്തുനിന്ന് 250 വീണ്ടും കുറഞ്ഞു. ഇപ്പോൾ എൻ്റെ അടുത്ത് 800 ലിറ്റർ ഉണ്ട്. 250 ഞാൻ ഉപയോഗിച്ചെന്ന് വെച്ചാൽ 800 - 250 അതല്ലേ മിച്ചം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ പോലെ 2/5 ഇവിടെ ഉള്ളത്. അതിൽ 250 ലിറ്റർ ഞാൻ ഉപയോഗിച്ചു. അപ്പോൾ 2/5 നിന്ന് 250 കുറക്കണം. അങ്ങനെ കുറക്കുന്നതാണ് മിച്ചമുള്ള വെള്ളം. അത് മിച്ചമുള്ള എത്രയാണ്? 3/20 അഥവാ 20/3. അപ്പോൾ 2/5 ഉണ്ടായിരുന്നു, 250 ലിറ്റർ ഞാൻ ഉപയോഗിച്ചു, മിച്ചം 3/20. അപ്പോൾ അതിൽ എഴുതുന്നുണ്ടല്ലോ 2/5 ഉണ്ട്, 250 ഉപയോഗിച്ചെന്ന് വെച്ചാൽ -250, അതാണ് 20/3. ഇനി നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഈ -250 ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ അത് 250 + 250 ലിറ്റർ എന്നായി. ഇവിടെ ഓൾറെഡി 2/5 കിടപ്പുണ്ട്. ഇവിടെയുള്ള +3/20 ഇങ്ങോട്ട് വരുമ്പോൾ -3/20 ആയിട്ട് മാറും. നമുക്കിവിടെ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യാം. അതിനേക്കാൾ നല്ലത് ഇവിടെ 20 കിടക്കുന്നതുകൊണ്ട് ഇവിടെയും 20 ആക്കിയാൽ മതി. അത് നമ്മൾ എന്ത് ചെയ്താൽ മതി? മുകളിലും താഴെയും 4 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ ഇവിടെ എന്തായിട്ട് മാറും? 8/20 എന്നായിട്ട് മാറും. ഇവിടെ 3/20 എന്നുണ്ട്. അതാണ് 250 ലിറ്റർ. 20 രണ്ട് സ്ഥലത്തും കോമൺ ആയിട്ടുള്ള ഡിനോമിനേറ്ററാണ്, ഒരെണ്ണം കാണിച്ചാൽ മതി. 20 മുകളിലുള്ള 8-ൽ നിന്ന് 3 കുറക്കുമ്പോൾ എത്ര കിട്ടാം? 5. അതാണ് 250. ഇപ്പോൾ നമുക്ക് 5/20 വെട്ടാം. 4×5 5, 4 20. അപ്പോൾ 4-ൽ 1 250. അപ്പം ടാങ്കിൽ കൊള്ളാവുന്ന വെള്ളത്തിൻ്റെ 4-ൽ 1 250. അപ്പോൾ ടാങ്കിൽ എത്ര ലിറ്റർ കൊള്ളാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ആകെ കൊള്ളാവുന്ന ടാങ്കിലെ വെള്ളത്തിൻ്റെ അളവ് എങ്ങനെ പറയും? 250 × 4. ആ /4 അങ്ങോട്ട് പോകുമ്പോൾ × 4 ആവും. അങ്ങനെ എത്ര ലിറ്ററായി? 1000 ലിറ്ററാണ് ടാങ്കിൻ്റെ കപ്പാസിറ്റി.